ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് വീട്ടിൽ ഈ ഷാർജയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് വീട്ടിൽ ഫലൂഡ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാ? അപ്പം നമുക്കൊരു ഫലൂഡ മിക്സ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ വീഡിയോസിലൊക്കെ വരാറുള്ള അനൂപിൻ്റെ അമ്മ മേടിച്ചതാണ് ഈ ഒരു സ്പെഷ്യൽ ഫലൂഡ മിക്സ്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കി, ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. ഓക്കെ, കമോൺ. നമുക്കതിനായിട്ട് ആദ്യം പാലാണ് വേണ്ടത്. നമുക്ക് പാലെടുക്കാം. ഞാൻ രാവിലെ തന്നെ പാലൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. പാല് കട്ടിയായി പോയി. ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഇത്രയും ബുദ്ധിമതിയായ ഒരു സത്യം പറഞ്ഞ കല്ല് കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. അല്ല, പാല് കട്ടിയായി. ഇത് ഷാർജയ്ക്കുള്ള ഐറ്റം കണക്കായിപ്പോയി. പാല് കട്ടിയായിക്കൂടെ ഇരുന്ന്. അല്ല, ഫലൂഡ നമുക്ക് കട്ടിക്കാക്കിയാലോ? ഇത് ഇനി വേറെ പരിപാടിയുണ്ട് ഗൈസ്. ഫലൂഡ പൊട്ടിക്കാനായിട്ട് നമ്മൾ ചുറ്റില് വേണ്ടി വരും. കാരണം നല്ല കട്ടിപ്പാല്. ഫലൂഡയ്ക്കുള്ള പാല്. പാല് എന്തായാലും നീ കട്ടിയാക്കില്ലേ, ഇനി കുറച്ചു നേരം വെള്ളത്തിട്ടുന്നത്. നല്ല തണുപ്പാണ് ഗൈസ്, അത് പൊട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ഹെൽപ്പ് ചെയ്താ. അങ്ങനെ ചേട്ടൻ എന്താ പൊടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിനി എങ്ങനെ പാൽക്കട്ട നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാക്കണം, എങ്ങനെയെങ്കിലും ഇതിന് കട്ട പോകണം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ യൂഷ്വലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടെ ചേർക്കണം, ഒന്നല്ലെങ്കിൽ 2 ഗ്ലാസ് പച്ചവെള്ളം കൂടെ ചേർക്കണം. നമുക്ക് ആവശ്യാനുസരണം എടുക്കണം. ഓക്കെ, ഇനി ഇപ്പം അലിയൊന്നും അറിയത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. അലിയുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് അലിയുമായിരിക്കും. ഇത് കുറച്ച് തിളയ്ക്കണം. തിളയ്ക്കുമ്പോഴാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത്. നമ്മളിതിൽ പഞ്ചാരൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനിയിപ്പോൾ വെള്ളം എടുത്ത എമൗണ്ട് കൂടുതലാണെങ്കിൽ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക്. പക്ഷേ നമ്മളിത് ഈ പൊടി ഇട്ടിട്ട് നമ്മൾ ബോയിൽ ചെയ്യിപ്പിക്കും, നല്ല രീതിയിൽ വറ്റിക്കണം, ഒരുപാടല്ല. ഗൈസ്, നമ്മുടെ പാൽക്കട്ട അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഫുള്ളായിട്ട് അലിയും. ഇത് സംഭവം ഇത് അത്ര ഫേമസ് ആയ ഒരു ഫലൂഡ മിക്സാണ്. ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ തന്നെ ഒരു കമ്പനിയുടെ ഒരുപാട് ഫലൂഡ മിക്സ് ഞാൻ കണ്ടായിരുന്നു. വേക്ക് ഫീൽഡ് എന്നാണ് എൻ്റെ പേര്. റോസ് ഫ്ലേവേർഡാണ്. റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കൊള്ളാം. നമ്മൾ ഒരു കവർ പാല് ഫുള്ള് നമ്മളിതിൽ എടുത്തിട്ടുണ്ട്. ഫലൂഡ എന്ന് പറയുമ്പം എനിക്ക് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കൊന്നും കടയിലുണ്ടാക്കുന്ന കണക്കൊന്നും ആയിരിക്കില്ല, നമുക്ക് ജസ്റ്റ് തട്ടിക്കൂട്ട് ഫലൂഡ ആയിരിക്കും. പക്ഷേ ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല ഈ ഒരു സംഭവം. അപ്പം കഴിക്കുമ്പോൾ എങ്ങനെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കൊള്ളാൻ തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. നമ്മുടെ ഐസ് കട്ടായിട്ടിരുന്ന പാല് ഫുള്ളും അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിളയ്ക്കണം. ഇവിടെ മിക്സ് റോസ് ഫ്ലേവർ അല്ല, പല ഫ്ലേവേഴ്സും ഉണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു, ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന റോസ് ഫ്ലേവറാണ്. പക്ഷേ എനിക്ക് റോസ് ഫ്ലേവറാണ് എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത്. ഇത് തന്നെ ഉണ്ട് വെട്ട്. പക്ഷെ അത് കൊള്ളാം കേട്ടോ. ഇത് കൊള്ളാം, നല്ല ടെക്നിക്ക് തന്നെയാണ്. മിക്കവാറും ഇതെല്ലാം തറയിൽ പോകും. നമുക്ക് കത്രിക പോലെ കൊള്ളാം. മൊത്തമായിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ ഗൈസ്. ഹോളി സെറ്റ്. ഇത് മണം സെറ്റ്, ഒന്നും പറയാനില്ല. ഇതിൻ്റെ അകത്ത് നമ്മുടെ സേമിയൊക്കെ ഉണ്ട്. സേമിയ, പിന്നെ എന്തൊക്കെയാ ഒരു പിങ്ക് കളർ സാധനം. പിങ്ക് കളർ എന്തോ കട്ടണക്കത്തെ സാധനം. പിന്നെ നമ്മുടെ വർമ്മസലി സേമിയ ഉണ്ട്. പക്ഷെ മിണ്ടാതിന് ചേട്ടാ, അങ്ങനെ കഴിക്കണല്ലേ, ഇതിൽ ഒഴിച്ച് കഴിക്കണേ. പഞ്ചസാരയാണെന്ന് തോന്നുന്നു. പഞ്ചസാര തന്നെ, പിങ്ക് കളറിൽ എന്തൊരു കട്ടണക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് തട്ടാം. സത്യം പറയാലോ, നല്ല മണം. എനിക്ക് മണം ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫലൂഡയുടെയൊക്കെ ആ ഒരു സ്മെല്ല്. പക്ഷെ എനിക്ക് ഇത് കണ്ടപ്പോഴുള്ള കെമിസ്ട്രിയിൽ ഓരോ സാധനങ്ങളുണ്ടല്ലോ, എനിക്ക് മണം കിട്ടിയപ്പോഴേ നമ്മൾ ഈ ചിലതിങ്ങനെ ഒരു പൊടി ഉണ്ടല്ലോ നമ്മൾ ദേഹത്ത് വയ്ക്കണം, ചോക്ലേറ്റിൻ്റെ മണങ്ങളൊക്കെ ഉള്ള സ്ട്രോബെറി മണം. അത് ഇത് കണ്ടപ്പോൾ ഒരു പേടി കണക്കില്ല. കെമിസ്ട്രി ലാബിലൊക്കെ ഓരോ പൊടികളൊക്കെ ഉണ്ടല്ലോ, സ്മെല്ലുള്ള പൊടികൾ, അത് കണക്കിരിക്കുന്നു. കുഴപ്പമില്ല, നമുക്കിടാം. ഓക്കെ, നമ്മളങ്ങനെ തട്ടാൻ പോവുകയാണ്. കാണിക്കും, ഇത് തട്ടാൻ പോവുകയാണ്. ഓ മൈ ഗോഡ്, പിങ്ക് കളർ.
നമ്മുടെ പാലെങ്ങനെ പിങ്ക് കസ്കസ് ഉണ്ട് കേട്ടോ അത്. കസ്കസ് ആയിരുന്നോ? ഞാൻ എന്തിനു വണ്ടാ? ആ കസ്കസ് ഓ തട്ട് നില്ല്, സ്ലോ മോഷനിൽ തട്ടട്ടെ. അതെല്ലാം വെളിയിൽ തട്ടണം. ആ കൊള്ളാം, നല്ല ഭംഗിയാണ്. എനിക്ക് കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട്. നമ്മളില്ല എന്നിട്ട് ഹോളിക്ക് കളർ കലക്കോ അതിനൊക്കെയുണ്ട്. ഇതാണ് കുങ്കുമപ്പൂ ഇട്ട പാല്. ഇല്ല തട്ടട്ടെ, ഒട്ടും കളയാൻ പാടില്ല. നമുക്കൊന്നേ ഉള്ളൂ. ടേസ്റ്റൊക്കെ ചെയ്തോ ഇതിൽ കുറച്ച്. ഗൈസ്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്, തട്ടിയിട്ടുണ്ട്. പഞ്ചസാര ഇടണ്ടേ? വേണ്ട വേണ്ട, പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല. ഇത് മാത്രം മതി. ഞാൻ നോക്കിയാലൊക്കെ ആരും പഞ്ചസാരയൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് ഒരു 20 മിനിറ്റ്സ് എങ്കിലും തിളയ്ക്കണം. ആ 20 മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ടൈമർ ഇടാം. 20 മിനിറ്റ് കഴിയുമ്പം അപ്പോൾ ഇത്തിരി വറ്റും. പക്ഷെ തിളച്ച് പൊങ്ങി വരും. അപ്പം നമ്മൾ തീ കുറച്ച് വയ്ക്കണം. ഗൈസ്, നമുക്ക് 20 മിനിറ്റ് ടൈമർ ഇടാം. നല്ല മണമുണ്ട്, നല്ല മണം. എനിക്ക് പ്രതീക്ഷയുണ്ട് ഇതിൽ. മണമുണ്ട്, മധുരയില്ല. അതെനിക്ക് തോന്നുന്നു നമ്മൾ ഓവറായിട്ട് പാലൊക്കെ എടുത്തൊഴിച്ച് അത് പഞ്ചാര ഇടാൻ പോക്കെയാവും എനിക്ക്. ആര് പറഞ്ഞ് സൂപ്പർ ടേസ്റ്റ്? എന്തോന്ന് ചേട്ടാ ഈ ഇങ്ങനെ പറ്റിപ്പായിട്ട് പറയണ എന്തിനാണ്? സൂപ്പർ ടേസ്റ്റ്. അവിടെ ജസ്റ്റ് നമ്മളിങ്ങനെ തൊട്ട് പൊളി, ഒന്നും പറയല്ല. ഞാൻ വിചാരിച്ച് വെള്ളം വെച്ച് കൂടിയപ്പോഴത്തേക്കും മധുരം കാണുമല്ലോ. പക്ഷെ കറക്റ്റ് നല്ല മധുരമുണ്ട്. ഇനി മധുരം ഇട്ട് കഴിഞ്ഞാൽ കുടിക്കൂല, അത്ര തന്നെ. ചേട്ടാ നല്ല ടേസ്റ്റ്, ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പറഞ്ഞ കണക്കല്ല. നമ്മളെ പാക്കറ്റ് ആരെന്നാണ് വിചാരം. ചെറിയ പുള്ളിയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ ഉള്ള പഞ്ചാരയുടെ എഫക്റ്റ് എത്രയാണെന്ന്. എത്ര വെള്ളം ഒഴിച്ചാലും നല്ല മധുരമായിരിക്കും. 6 glasses. 6 ഗ്ലാസ്സാ? നമ്മൾ 6 ഗ്ലാസ് ഒന്നും ഒഴിച്ചില്ല. 6 ഗ്ലാസ് ഒഴിക്കണമായിരുന്ന വെള്ളം. ആകെ 3 ഗ്ലാസ് അങ്ങോട്ടല്ലേ ഒഴിച്ചോളൂ. പാലുണ്ടല്ലോ. ആ പാലുണ്ട്. ആ പാല് ഓക്കെ ഓക്കെ. 5 ഗ്ലാസ് വരും. ഇപ്പം 5-5.5 ഗ്ലാസ് വരും. ഓക്കെ, കറക്റ്റ് ആണ്. നമ്മള് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാണ്. പാലില് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിരിയൂലേ? ഇത് പാലിലാണ് തിളപ്പിക്കാൻ നിന്നിട്ട് ആര് പറഞ്ഞു? പാല് തന്നെ തിളപ്പിക്കണം എന്ന് മിണ്ടായിരുന്നു ചേട്ടൻ. ആര് പറഞ്ഞു? എന്നെ ഇല്ല മത്സ്യത്രത്തായുള്ള ഗിങ്ങിയാക്കല്. ചുമ്മാ എനിക്കറിയാം ചേട്ടൻ മിണ്ടായിരിക്കും. നമ്മുടെ സേമിയൊക്കെ വേവണം. ഇതില് വേറെ എന്തൊരു കസ്കസ് ഉണ്ട്, സേമിയുണ്ട്, പിന്നെ എന്തുണ്ട്? കുങ്കുമപ്പൂ ഉണ്ട്. പിന്നെ നമ്മളെ റോസ് ഫ്ലേവറിനുള്ള എന്തോ പിങ്ക് കളർ സാധനം കൂടെ ഉണ്ട്. പിന്നെ പഞ്ചസാര നോക്കതില്. ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ മന്ദബുദ്ധിയെന്ന്? ഇതില് ഷുഗർ ഉണ്ട്, വെർമസലി ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, ഡെക്സ്ട്രോസ് ഉണ്ട്, റൈസിൻസ് ഉണ്ട്, ബേസിൽ സീഡ്സ്. അതാണ് ബേസിൽ ജോസഫ് അല്ലല്ല, ബേസിൽ സീഡ്സ് കസ്കസ് ആയിരിക്കും. നാച്ചുറൽ ഐഡന്റിക്കൽ ഫ്ലേവറിംഗ് സബ്സ്റ്റൻസ് റോസ്. എനിക്കിതിൽ ഡെക്സ്ട്രോസും റൈസിൻസും. ഇതാണ് ആർട്ടിഫിഷ്യൽ കണ്ടന്റ് സബ്സ്റ്റൻസ്. ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസ് അതെന്തിനാണെന്ന് അറിഞ്ഞിട്ട് 10 മുതൽ 15 മിനിറ്റ് എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. 20 മിനിറ്റ് ഒക്കെ വെച്ച് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ഇനി 15 മിനിറ്റ് കൊണ്ട് വെന്തില്ലെങ്കിലും സാധനം പൊങ്ങിയടി. ഞാൻ കണ്ടു. എന്തിനാ അത് ഇപ്പൊ കൊണ്ടുപോയി? അത് വണ്ടി കിടക്കണ. ഫ്രണ്ട്സ്, ഇതിന്റെ അകത്ത് എന്തോ സാധനം ഇല്ല. നമ്മള് കടലിന്റെ അകത്ത് മീൻ പൊങ്ങുന്ന കണക്ക് ഇതിന്റെ അകത്ത് എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് ചേട്ടൻ പറഞ്ഞു. ഞാനും കണ്ടു. എനിക്ക് തോന്നുന്നു ഏലക്കയാണെന്നാണ്. പക്ഷെ ഏലക്ക ഇങ്ങനെ ഒരു ഫുള്ളായിട്ട് ഇതിനകത്ത് ഒരു ഇടയ്ക്കിടയ്ക്ക് പൊങ്ങുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാതെ ആരാണെന്ന്. എനിക്ക് ചിരി വരണം. നമ്മളിപ്പോ നമ്മുടെ ഫലൂടക്കകത്തുള്ള ഓടി നടക്കുന്ന സാധനത്തിനെ തേടി നടക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഫലൂഡ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് ഓഫ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞു. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കണം. പക്ഷെ ഇപ്പോൾ വയ്ക്കല്ല, നമുക്കറിയാമല്ലോ ഫ്രിഡ്ജ് ചൂടോടെ വെച്ചുകൂടാ. അപ്പോൾ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം.
നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഫലൂഡയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ആക്ച്വലി ഇത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 അല്ല, ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജ് ഇരിക്കട്ടെ. 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ഐസ് കട്ടയായി ഐസ്. ഫ്രണ്ട്സ്, നമ്മുടെ ചേട്ടനും എടുക്കാൻ പോവുകയാണ്. ചേട്ടൻ്റെ റിവ്യൂ ഓക്കെയാണ്. എങ്ങനെയുണ്ട് പറയൂ. ഇതിന്ന് പിടിച്ചെടുക്കാൻ തോന്നുന്നു. റിവ്യൂ പറയൂ. സത്യം പറഞ്ഞാ കുടിച്ചിട്ട് പറഞ്ഞാ പോരെ. പറ. സൂപ്പർ അല്ലേ? നമുക്ക് ഇനി ഒരു കവർ കൂടെ വേണമായിരുന്നു. ബാക്കി ഐറ്റംസ് ഒക്കെ ഇവിടെ നിരന്നിരിപ്പുണ്ട്. പെട്ടെന്ന് കൂടി ഇനി അച്ഛൻ്റെ റിവ്യൂ എടുക്കാം. ഇത് കുടിക്കാനേ ഇങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ സ്പൂണിൻ്റെ ആവശ്യമില്ല. പിന്നെ കട്ടയായിട്ടിരുന്നില്ലേ, നീ കുത്തിപ്പൊട്ടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കുത്തിപ്പൊടിച്ചില്ലെങ്കിൽ എല്ലാവരും ക്ലാസ്സിലോട്ട് എങ്ങനെ കയറാൻ വലിയൊരു കട്ട. അത് ഞാൻ തന്നോളാമല്ലോ. ഇയ്യടാ. ഓക്കെ, നെക്സ്റ്റ് ആളാ. പിടി, ഇനി എൻ്റെ റിവ്യൂ തിരിച്ചേ. സ്വഭാവം ഒന്ന് വരി മറ്റേലോട്ട് എടുക്കണം. ഗൈസ്, എൻ്റെ റിവ്യൂ ആണ്. ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ഈ ഐസ് കട്ടയായിട്ട് തിന്നുമ്പോഴുള്ള ടേസ്റ്റ് വേറെയല്ലേ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആദ്യം തന്നെ നല്ലൊരു വലിയ കട്ട കിട്ടിയിട്ടുണ്ട്. ഈ കട്ട സൂപ്പർ ടേസ്റ്റി ആണെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മളറിയാതെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ നീ കഴിച്ചല്ലേ? പൊളി. ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ഐസ് കട്ട ഉള്ള ഗ്ലാസ് നോക്കി എടുത്തതാണ്. പൊളി ടേസ്റ്റ്. ഇതിൻ്റെ മണ്ടയിൽ കുറച്ച് ഐസ്ക്രീമും നട്ട്സും കൊണ്ടിട്ട് പൊളി. നമ്മൾ ഷാർജ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട്. തീർത്തരോ? സൂപ്പർ.